നമസ്കാരം. ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ്. ദിലീപിനും ഭാര്യ കാവ്യമാധവനുമൊപ്പം മീനാക്ഷിയുടെ വാർത്തകൾ എപ്പോഴും നിറയാറുണ്ട്. പഴയതിലും അധികം ഇപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി. മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരിൽ ഒരാൾ കൂടിയാണ് ദിലീപിന്റെ മൂത്ത മകളായ മീനാക്ഷി. മീനാക്ഷി MBBS കഴിഞ്ഞ് നിൽക്കുകയാണിപ്പോൾ. ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി MBBS പഠിച്ച് ബിരുദം നേടിയത്. മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട്. ഇന്ന് തന്റെ MBBS വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാധവനുമാണ്. മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട രണ്ടുപേരുടെ മകളാണ് മീനാക്ഷി ദിലീപ്. അമ്മയ്ക്കും അച്ഛനുമൊപ്പം ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയ ആ കുഞ്ഞു പെണ്ണ് മാത്രമല്ല ഇന്ന് മീനാക്ഷി. കൊച്ചിയിലെ 1-ാം നമ്പർ ആശുപത്രിയിലെ ഡോക്ടറാണ് മീനാക്ഷി ദിലീപ്. ചെന്നൈയിൽ നിന്നും 5 വർഷത്തെ ഡോക്ടർ പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഈ അടുത്താണ് നാട്ടിലെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറിയത്. സിനിമാ മേഖലയിലായി അത്ര ബന്ധമുള്ള ആളൊന്നുമല്ലെങ്കിലും സിനിമാ മേഖലയിലെ ആളുകൾക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും ഡെർമറ്റോളജിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് മീനാക്ഷിക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയും. മീനാക്ഷിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ നിന്നും തന്നെ സിനിമ താരങ്ങളെ ചികിത്സിക്കാനും സാധിക്കും. മലയാളികളുടെ ഇഷ്ടനടനായ ദിലീപിന് ഒരു കാലത്ത് ജനപ്രിയൻ എന്ന ഇമേജാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ഇപ്പുറം പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞു. നടി ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായ ശേഷം ദിലീപിന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല. സിനിമകൾ ഭൂരിഭാഗവും പരാജയപ്പെടുകയും ചെയ്തതോടെ കരിയറിൽ വലിയ പ്രതിസന്ധിയിലാണ് ദിലീപ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും മകൾ മീനാക്ഷിയെ കുറിച്ച് ഓർത്ത് ദിലീപിന് എന്നും അഭിമാനം മാത്രമാണ്. സിനിമയിലല്ല, ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളായി മീനാക്ഷി താരമാവുന്നത്. അടുത്തിടെ ഒരു വേദിയിൽ ദിലീപ് പറഞ്ഞത് തന്റെ വീട്ടിൽ സ്ഥിര വരുമാനമുള്ള ഒരേ ഒരാൾ തന്റെ മകളാണെന്നാണ്. കാരണം മീനാക്ഷി ഇന്നൊരു ഡോക്ടറാണ്. MBBS പഠനം പൂർത്തിയാക്കി മീനാക്ഷി അടുത്തിടെയാണ് ജോലിയിൽ പ്രവേശിച്ചത്. കൊച്ചിയിലാണ് മീനാക്ഷി ജോലി നോക്കുന്നത്. അവിടെ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് മീനാക്ഷി പ്രവർത്തിക്കുന്നത്. MBBS മാത്രമാണ് നിലവിൽ അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നാൽ MD കൂടി എടുക്കുകയാണെങ്കിൽ നാട്ടിൽ തന്നെ ഒരു വലിയ ക്ലിനിക്ക് തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ ഗുണമാവുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഡ്യൂട്ടി തുടങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. അടുത്തിടെയാണ് സർജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ആരാധകർ ദിലീപിന്റെ മകൾ എന്നതിലുപരി ഡോക്ടർ മീനാക്ഷി എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങിയത്. ഒരു ചർമ്മരോഗ വിദഗ്ധ ആയതിനാൽ തന്നെ പേരെടുത്താൽ സിനിമാ താരങ്ങളുടെ നീണ്ട നിര തന്നെ മീനാക്ഷിയുടെ പിന്നാലെ വരുമെന്നാണ് ആരാധകർ പറയുന്നത്. പല ഇൻഡസ്ട്രികളിലെയും നടീനടന്മാർ നിലവിൽ അത്തരം ചികിത്സാ രീതികളുടെ പിന്നാലെ പോകുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ബോട്ടോക്സ് അടക്കമുള്ള സൗന്ദര്യവർദ്ധക ചികിത്സാ രീതികളുടെ പിന്നാലെയാണ് പല താരങ്ങളും. മുതിർന്ന താരങ്ങൾ മുതൽ സിനിമയിൽ കൂടുതലായി സജീവമാക്കാൻ ആഗ്രഹിക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം വേർപിരിയുകയും അതിനു പിന്നാലെ പിതാവ് മറ്റൊരു ഗുരുതരമായ ആരോപണത്തിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴും പഠനം കൈവിടാതെ അതിൽ ശ്രദ്ധ പതിപ്പിച്ച മീനാക്ഷിയെ പ്രശംസിക്കുകയാണ് ആരാധകർ ഇപ്പോൾ. ഇക്കാലത്ത് മീനാക്ഷിയെ പോലൊരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും ദിലീപിന് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ് മകളെന്നും ഒക്കെയാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത്. അതിനിടയിലും കൂടുതൽ ആരാധകരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അമ്മയായി മഞ്ജുവാര്യരുമായി മീനാക്ഷിക്ക് യാതൊരു അടുപ്പവുമില്ല എന്നതാണ്. ഡിവോഴ്സിന് ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോഴും മകളായി മീനാക്ഷി അവർക്കൊപ്പം തന്നെയാണ് നിന്നത്. മഞ്ജുവുമായി ഇടയ്ക്ക് കാണാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്തൊന്നും ഇവർ ഒരുമിച്ചുള്ള സന്ദർഭങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. ഇതോടെ മഞ്ജുവിനെ മകൾക്കും വേണ്ടേ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം മകളെ കാണാതിരിക്കാൻ മഞ്ജുവിന് സാധിക്കുമോ എന്നാണ് ചിലരുടെ സംശയം. നേരത്തെ മീനാക്ഷി ഡോക്ടറായി കോൺവക്കേഷൻ നടത്തിയ ചടങ്ങിൽ അടക്കം മഞ്ജുവാരുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ ഇരുവരും നല്ല ബന്ധത്തിലല്ലെന്ന് അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ ഇരുവരും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം മീനാക്ഷിക്ക് വേണ്ടി ആശുപത്രി ദിലീപ് കെട്ടി നൽകുമോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. അത് മാത്രമല്ല, മീനാക്ഷിയുടെ വിവാഹം ഉടനെ ഉണ്ടാവുമോ, മീനാക്ഷി സിനിമയിൽ അഭിനയിക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും ഉയർന്നുണ്ട്. മീനാക്ഷിയുടെ വിവാഹമൊക്കെ അവൾ തീരുമാനിക്കുമ്പോൾ നടക്കുമെന്നാണ് ദിലീപ് ഇതിനുത്തരമായി നേരത്തെ സംസാരിച്ചത്. ഇന്നയാളെ വിവാഹം കഴിക്കണമെന്ന് നമുക്ക് പറയാനാകില്ലല്ലോ, തിരിച്ചെങ്ങാനും വല്ല ചോദ്യം ചോദിച്ചാലോ എന്നായിരുന്നു തമാശ രൂപേണ ദിലീപിന്റെ പ്രതികരണം. പലപ്പോഴും ആരാധകർ തന്നെ മീനാക്ഷിയുടെ വിവാഹത്തെ കുറിച്ച് ചോദിച്ച് രംഗത്തെത്താറുണ്ടായിരുന്നു. മീനാക്ഷിയെ കുറിച്ച് പറയാൻ 100 നാവാണ് ദിലീപിന്. തന്റെ അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് മീനാക്ഷിയെ കുറിച്ച് പറയാറുമുണ്ട്. പാവം മോളാണ്, അവൾ വളരെ സൈലന്റ് ആണ്, അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല. അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും. എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നൊക്കെയുള്ള സങ്കടം അവളോട് പറഞ്ഞാൽ അവൾ പറയും അതൊന്നും കാര്യമാക്കേണ്ടെന്ന്. മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മീനാക്ഷി എന്റെ സുഹൃത്താണ്, അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം, അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം കോടികൾ നൽകിയാണ് മീനാക്ഷിയുടെ പഠനം പൂർത്തിയാക്കിയത്. ചെന്നൈയിലെ പ്രശസ്തമായ കോളേജിൽ നിന്നായിരുന്നു MBBS പഠനം. അധികം വൈകാതെ വിവാഹം ഉണ്ടാകുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും മകളുടെ തീരുമാനത്തിനാകും മുൻഗണന എന്നാണ് ദിലീപ് പറഞ്ഞത്.
അച്ഛനും അമ്മ മഞ്ജു വാര്യരും കേരളം ഒന്നടങ്കം അറിയപ്പെടുന്ന പ്രശസ്തനാണ്. കുട്ടിക്കാലം മുതൽ എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ച താരപുത്രി. അച്ഛനും അമ്മയും ഒരു ഘട്ടത്തിൽ വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം തന്നെ തുടരാൻ തീരുമാനിച്ചു. അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് മീനാക്ഷി. പിന്നീട് ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോൾ മീനാക്ഷി ഒപ്പം നിന്നു. അമ്മ മഞ്ജു വാര്യരുമായി മീനാക്ഷിക്ക് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ഇവരെ ഒരുമിച്ച് കണ്ടിട്ട് കാലമേറെയായി. ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി മീഡിയയ്ക്ക് മുന്നിൽ അവസാനമായി സംസാരിച്ചത്. എന്റെ ഇഷ്ടപ്രകാരമാണ് അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്തതെന്നാണ് അന്ന് മീനാക്ഷി പറഞ്ഞത്. പിന്നീടുണ്ടായ കേസും വിവാദങ്ങളും എല്ലാം മീനാക്ഷി കണ്ടതാണ്. ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് മീനാക്ഷി. എന്തുകൊണ്ട് അച്ഛനൊപ്പം നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ മീനാക്ഷി തയ്യാറായിട്ടില്ല. മീനാക്ഷിയുടെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ സാധ്യതയില്ല. നടി നമിത പ്രമോദ് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്താണ്. ഒരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് നമിത സംസാരിച്ചിരുന്നു. മീനുട്ടി എനിക്ക് എന്റെ സഹോദരിയെ പോലെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് എന്നതാണ്. അത് ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളുമായും വെച്ചിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കും. എല്ലാം നമുക്ക് അറിയാമെന്ന് ആളുകൾ കരുതുന്നുണ്ടാകും. എനിക്ക് വളരെ ഹെൽത്തി ആയ ഒരു വര എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഉണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട്. എല്ലാവർക്കും കൊടുക്കുന്ന ബൗണ്ടറി. അങ്ങനെ വളരെ മനോഹരമായ സൗഹൃദമാണ് ഞാനും മീനുട്ടിയുമായുള്ളതെന്നായിരുന്നു നമിത പ്രമോദും പറഞ്ഞത്. വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നയാളാണ് മീനാക്ഷി എന്ന് വ്യക്തമാണ്. മീനാക്ഷിയുടെ അമ്മ മഞ്ജു വാര്യരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളാണ്. ഡോക്ടറാണ് മീനാക്ഷി. താരപുത്രി സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയെപ്പോലെ നൃത്തത്തിൽ മീനാക്ഷിക്കുള്ള മികവ് നേരത്തെ ചർച്ചയായതാണ്. ദിലീപ് ഈ അടുത്ത് മീനാക്ഷിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. കേസ് വന്ന സമയത്ത് മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. ഇത്രയും വിഷയങ്ങൾ വന്നപ്പോൾ മകൾ +2 പഠിക്കുകയാണ്. എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവൾ ഇപ്പോൾ പഠിച്ച് ഡോക്ടറായി ജോലി ചെയ്യുന്നു. എന്റെ ഏറ്റവും വലിയ ബലമാണ് മീനാക്ഷി എന്നും ദിലീപ് അന്ന് പറഞ്ഞു. മീനാക്ഷി ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തതെന്നാണ് ദിലീപ് പറഞ്ഞത്. അഭിമാനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനം ഉള്ളത് അവൾക്ക് മാത്രമാണ്. അതായത് സ്ഥിര വരുമാനം. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവൾ പഠനവും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണെന്നാണ് ദിലീപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി MBBS പൂർത്തിയാക്കിയത്. ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. ദിലീപും കാവ്യമാധവനും ബിരുദദാന ചടങ്ങിൽ എത്തിയിരുന്നു. അതേസമയം സിനിമയിലേക്ക് അരങ്ങേറിയില്ലെങ്കിലും മോഡലിംഗിലും സജീവമാണ് മീനാക്ഷി. സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ ഭാര്യയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന മീനാക്ഷിയുടെ വീഡിയോയും ഒരു സമയത്ത് വൈറലായിരുന്നു.